ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് റോഷൻ തോമസ്. CA, CMA, CS ഇതുപോലത്തെ കോഴ്സുകൾ പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന +2 കഴിയുന്ന കുട്ടികൾക്ക് ഉണ്ടാവാൻ പോകുന്നൊരു ഡൗട്ടാണ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത് എടുക്കണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് CA, CMA, CS പോലത്തെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് എൻ്റർ ചെയ്യണോ എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ് നിങ്ങളുടെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവുക. അതല്ല CA, CMA, CS പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന് ഉത്തരം. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ടൈം സേവിംഗ് ആണ്. നിങ്ങൾ +2 കഴിഞ്ഞ് 4 അല്ലെങ്കിൽ 6 മാസം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എൻട്രി ലെവല് പാസ്സായി മിഡിൽ ലെവലിലേക്ക് എത്താൻ പറ്റും. എന്നാൽ BCom പെർസ്യൂ ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് 3 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ ഇതിന്റെ മിഡിൽ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ്ലി എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യുന്നത് ഏകദേശം 2.5 വർഷമാണ്. സോ 2.5 വർഷം മുമ്പേ നിങ്ങൾക്ക് എന്താവാം CA അല്ലെങ്കിൽ CMA, CS പോലെയുള്ള കോഴ്സുകൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് കോഴ്സിന്റെ നേച്ചറാണ്. ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ കോഴ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അതേസമയം BCom എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ BComന്റെ എക്സാം പാറ്റേണും വേ ഓഫ് സ്റ്റഡിയും വളരെ വ്യത്യാസമായിരിക്കും. സോ അത് തമ്മിൽ കോപ്പപ്പ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. സോ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും. ഇങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങൾ +2 കഴിയുമ്പോഴേ CA, CMA, CS പോലെയുള്ള കോഴ്സുകളിൽ കയറുന്നതാവും നല്ലത്. അടുത്തതായിട്ട് പൊതുവെ കേട്ടുവരുന്ന ഒരു ഡയലോഗാണ്, BCom കഴിഞ്ഞാണ് CMA എടുക്കുന്നതെങ്കിൽ സേഫ് ആണെന്നുള്ളത്. ആക്ച്വലി ഇങ്ങനെ തിങ്ക് ചെയ്താൽ പോലും നിങ്ങൾ CMA പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BCom ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ 3 വർഷത്തെ ഗ്യാപ്പ് ഇടേണ്ട കാര്യം എന്താണുള്ളത്? അങ്ങനെ ചിന്തിച്ചാൽ പോലും +2 കഴിഞ്ഞ് നേരിട്ട് CMA അല്ലെങ്കിൽ CA പോലെയുള്ള കോഴ്സിലേക്ക് വരുന്നതായിരിക്കും ഉചിതം. ഇനിയുള്ള ക്വസ്റ്റ്യൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ്. ഞാൻ കൊമേഴ്സ് ഫീൽഡിലല്ല. സോ കൊമേഴ്സ് ഫീൽഡിലായ BCom ഒന്ന് ടച്ച് ചെയ്ത് അവിടുത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് CA പോലെയുള്ള അല്ലെങ്കിൽ CMA പോലെയുള്ള വലിയ കോഴ്സുകളിലേക്ക് ഇറങ്ങിയാൽ പോരെ എന്നൊരു ഡൗട്ട്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ എല്ലാം എൻട്രി ലെവലുകളായ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്യാറ്റ് പോലെയുള്ള എൻട്രി ലെവലുകളിലെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിന്റെ ബേസിക്സ് തന്നെയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞ് ഇതിനകത്ത് ഇറങ്ങാതിരിക്കേണ്ട. നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള എൻട്രി ലെവലുകൾ ICMA അല്ലെങ്കിൽ ICA ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കുള്ള ആൻസർ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നത് എന്താണോ അതിലോട്ട് പോവുക. ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി എടുക്കുക, പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക. സോ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് പക്കമായിട്ട് എടുക്കുക. സോ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. For the time being, by the bye.